സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. നാട്ടകം സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. ക്രിസ്മസ് തലേന്ന് ബന്ദിലഹരിയിൽ നടൻ ഓടിച്ചിരുന്ന കാറിടിച്ചാണ് അപകടമുണ്ടായത്. സ്നേഹമോൾ നയനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, ഇതേപോലെ അന്ന് നമ്മൾ കണ്ടതാണ് ഈ റോഡിൽ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളൊക്കെ. പക്ഷെ അതിൽ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴായിരുന്നു സംഭവം? ഇനി കൂടുതൽ നടപടികൾ എങ്ങനെയായിരിക്കും? പൂജ, അതിദാരുണമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അല്പസമയം മുമ്പാണ് സീരിയൽ താരമായ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനമിടിച്ച് അപകടത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തങ്കരാജ് മരണപ്പെടുന്നത്. 24-ാം തീയതി, അതായത് ഒരു ക്രിസ്മസിന്റെ തലേ ദിവസമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നാട്ടകം കോളേജ് ജംഗ്ഷന് സമീപമാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അപകടത്തെ തുടർന്ന് ഉടൻ തന്നെ ഈ തങ്കരാജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിൽ കഴിഞ്ഞ 8-ാം ദിവസമാണ് ഈ ഒരു മരണ വാർത്ത പുറത്തു വരുന്നത്. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഏതായാലും 4 ദിവസം മുന്നെയാണ് ഈ പരിക്ക് ഗുരുതരമാണ് എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ്. പക്ഷേ ഏറെ നാളായി നാട്ടകത്ത് തന്നെയാണ് താമസിക്കുന്നത്. നാട്ടകത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളായിരുന്നു. ഏതായാലും വലിയ രീതിയിൽ ഈ സിദ്ധാർത്ഥ് 24-ാം തീയതി വാഹനം ഓടിച്ചതിന് ശേഷം ഇയാളെ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും തുടർന്നുള്ള ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അവസാനം ഈ നാട്ടുകാരോട് തർക്കിക്കുന്ന ഒരു സ്ഥിതിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇയാളുടെ കാലുകൾ കെട്ടിയാണ് നാട്ടുകാരെ ഈ സിദ്ധാർത്ഥിനെ പോലീസിൽ ഏൽപ്പിച്ചത്. അപ്പോൾ തന്നെ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കൽ, അപകടം വരുത്തിവെക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തി സിദ്ധാർത്ഥിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ ഇനി സിദ്ധാർത്ഥിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യപ്രകാരം പോലീസ് കേസെടുക്കാൻ ഒരുങ്ങുകയാണ്. ചിങ്ങവനം പോലീസാണ് ഈ ഒരു സംഭവത്തിൽ സിദ്ധാർത്ഥിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി കേസെടുക്കാൻ ഒരുങ്ങുന്നത്. സിദ്ധാർത്ഥിന്റെ ലൈസൻസ് അടക്കം റദ്ദാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഏതായാലും അതിദാരുണമായൊരു സംഭവം തന്നെയാണ്. തങ്കരാജിന്റെ മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്.